ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ വീണ്ടും ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബനാന കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. എന്നെ സഹായിക്കാൻ എൻ്റെ മോന് ഹൈസിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബനാന ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. മൈലാഞ്ചി ചുവപ്പെന്ന് കേട്ടിട്ടില്ലേ, ഒരു പൂതി വന്നിട്ട് പറമ്പിൽ മൈലാഞ്ചി അരച്ചിട്ട് കൈമലിട്ടത്. അതാ ഇതുപോലായി, നല്ലോണം ചോന്നിട്ടില്ല, അല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗീ കുറച്ച് നല്ലോണം തന്നെ നിൽക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓരോരുത്തർ ഇഷ്ടം പോലെ. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച ഈ പഴമില്ല, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കായ് വാട്ടിയ ഇല്ലേ, അതുപോലെ ആക്കിയെടുക്കുക. പിന്നെ ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടു പോയി. കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗം കഴിയുമായിരുന്നു. ഒരുമിച്ച് ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് എല്ലാ ഭാഗവും ബ്രൗൺ ആയിട്ട് എനിക്ക് കിട്ടേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കുക. അപ്പോൾ എല്ലാ വശവും ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരപ്പൊടി എന്ന് വെച്ചാൽ വെല്ലോ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ശർക്കരപ്പൊടി അങ്ങനെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും, അങ്ങനെയാണ് അതെടുത്താലും മതി. ഞാനിപ്പോൾ വെല്ലം ചെറുതായിട്ട് ചുരണ്ടിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വെല്ലത്തിൻ്റെ മധുരവും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി എടുക്കണം. വെല്ലം ഒന്ന് ഉരുകി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട, 1-2 മിനിറ്റ് മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ യൂട്യൂബിലെല്ലാം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ലാലേട്ടൻ പരിചയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാനിത് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കും ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ മധുരം കഴിക്കണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതി. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. ഐസ്ക്രീം മാത്രമല്ലേ വാങ്ങേണ്ടുള്ളൂ, ബാക്കി ഒരു ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.